യു എസിനോട് അടുപ്പം പുലർത്തുന്ന അറബ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ആണവോർജ്ജ പദ്ധതികളുമായി സഹകരിക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനുള്ള അന്തിമ കരാർ ഈ വർഷം തന്നെ ഒപ്പുവയ്ക്കും. സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് തീരുമാനം അറിയിച്ചത്. സമാധാന ശ്രമത്തിന് ആണവോർജ്ജം എന്ന ആശയത്തിൻ്റെ ഭാഗമായാണ് യു എസ് സൗദിക്ക് സഹായം നൽകുക. 1-2-3 മോഡലിൽ 3 ഘട്ടമായിട്ടാകും ഇവ നടപ്പാക്കുക. ആണവോർജ്ജം സൗദിക്ക് വിവിധ രംഗങ്ങളിൽ ഗുണം ചെയ്യും. വൈദ്യുതി ഉൽപ്പാദനം, വൈദ്യശാസ്ത്രം, ഗവേഷണം, കൃഷി എന്നിവയിൽ ഇവയുടെ നേട്ടമുണ്ടാകും. ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കില്ലെന്ന് സൗദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ട്രംപിൻ്റെ സൗദി സന്ദർശനത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ധാരണകളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ എതിർക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഈ അമേരിക്ക തന്നെയാണ് സൗദിയുടെ ആണവോർജ്ജ പദ്ധതികളുമായി സഹകരിക്കുന്നത്. അമേരിക്കയുമായുള്ള സൗദിയുടെ അടുപ്പം തീവ്ര അറബ് രാജ്യങ്ങളുടെ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. യു എസുമായി സംഘർഷം നിലനിൽക്കുമ്പോൾ സൗദിക്ക് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യമനിലെ യു എസിൻ്റെ വ്യോമാക്രമണത്തിന് പിന്തുണ നൽകിയാൽ തിരിച്ചടി വലുതായിരിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. സൗദിയിലെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. സൗദി അമേരിക്കയുടെ ആക്രമണത്തെ സഹായിക്കുന്നുവെന്നാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ ആരോപിക്കുന്നത്. സൗദിയിലെ ആരാംകോയ്ക്ക് നേരെയുള്ള മുൻകാല ആക്രമണങ്ങളുടെ ചിത്രങ്ങളും ഹൂതികൾ പുറത്തുവിട്ടിരുന്നു. യമനിൽ യു എസ് ആക്രമണം തുടരുന്നതിനിടെയാണ് സൗദിക്ക് നേരിട്ട് മുന്നറിയിപ്പുമായി ഹൂതികൾ എത്തിയത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. മാർച്ച് പകുതി മുതൽ 100-ലധികം പേരാണ് ആക്രമണങ്ങളിൽ മരിച്ചത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യു എസിൻ്റെ യുദ്ധക്കപ്പലായ USS ട്രൂമാനിൽ നിന്നാണ് യമനിലേക്ക് യു എസ് ആക്രമണം നടത്തിയത്. പിന്നാലെ USS ട്രൂമാന് നേരെ അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ നടത്തുന്നത്. അതിനൊപ്പം ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും ഉറക്കം കെടുത്തുകയാണ് ഹൂതികൾ. ഉറങ്ങിക്കിടന്ന ഹൂതികളെ വിളിച്ചുണർത്തിയത് യു എസ് ആണ്. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ നിശബ്ദരായിരുന്നു ഹൂതികൾ. യു എസ് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെയാണ് യു എസിനെതിരെയും ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി ആക്രമണ പരമ്പരകൾ നടത്തിയതായി യമൻ വിമത ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ജാഫയ്ക്ക് സമീപമുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹിയ സാരി അവകാശപ്പെട്ടു. എഫ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും യഹിയ സാരി വ്യക്തമാക്കി. അതിനൊപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ട്രൂമാനെതിരെയും ആക്രമണം നടത്തിയതായി യഹിയ സാരി അറിയിച്ചു. യമനിലെ അൽ ജാഫ പ്രോവിൻസിന് മുകളിലൂടെ പറന്ന USൻ്റെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും യഹിയ സാരി അവകാശപ്പെട്ടു. ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു.